നാളെ നടക്കുന്ന 10th മെയിൻസ് അറ്റൻഡർ സ്റ്റോർ കീപ്പർ പരീക്ഷ എഴുതുന്ന കൂട്ടുകാരുടെ ശ്രദ്ധയ്ക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സാധ്യതയുള്ള കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് ആണിത്. അപ്പൊ നാളെ പരീക്ഷ എഴുതുന്നവര് അവസാനം വരെ ഈ ഒരു ക്ലാസ് കാണാൻ ശ്രമിക്കണം, മാർക്ക് ഉറപ്പാണ്. അതോടൊപ്പം തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ആദ്യത്തെ പോയിന്റ്, 2025 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആരാണ്? KG ശങ്കരപിള്ളയാണ്. പഠിച്ചു വെക്കണേ. എന്താണ് എഴുത്തച്ഛൻ പുരസ്കാരം? എന്തിനാണ് നൽകുന്നത്? സാഹിത്യ മേഖലയിലെ സമഗ്ര സംഭാവനകൾക്ക് നൽകുന്ന പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. 2025 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആരാണ്? KG ശങ്കരപിള്ള. KG ശങ്കരപിള്ള. അടുത്തത്, 2025 വയലാർ പുരസ്കാര ജേതാവ് ആരാണ്? E സന്തോഷ് കുമാർ ആണ്. 2025 വയലാർ പുരസ്കാര ജേതാവ് E സന്തോഷ് കുമാർ ആണ്. കൃതി ഏതാണ്? തപോമയുടെ അച്ഛൻ. തപോമയുടെ അച്ഛൻ. അപ്പൊ ഒന്നുകൂടെ പറയാം, 2025 വയലാർ പുരസ്കാര ജേതാവ് E സന്തോഷ് കുമാർ. കൃതി തപോമയുടെ അച്ഛൻ. 2025 ഓടക്കുഴൽ പുരസ്കാര ജേതാവ് EP രാജഗോപാലനാണ് കേട്ടോ. EP രാജഗോപാലൻ. ഇദ്ദേഹം ഒരു സാഹിത്യ വിമർശകനാണ്. EP രാജഗോപാലൻ. ഇദ്ദേഹത്തിന്റെ ഉൾക്കഥ എന്ന സാഹിത്യ വിമർശന ഗ്രന്ഥത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. പഠിച്ചു വെക്കണം. 2025 ഓടക്കുഴൽ പുരസ്കാര ജേതാവാരാണ്? EP രാജഗോപാലനാണ്. EP രാജഗോപാലനാണ്. ഉൾക്കഥ എന്ന സാഹിത്യ വിമർശന ഗ്രന്ഥത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. അടുത്തത്, 2026 ഹരിവരാസന പുരസ്കാര ജേതാവ് നാദസ്വര വിദ്വാൻ തിരുവിഴ ജയശങ്കർ ആണ്. 2026 ഹരിവരാസന പുരസ്കാര ജേതാവ് ആരാണ്? നാദസ്വര വിദ്വാൻ തിരുവിഴ ജയശങ്കർ ആണ്. 2026 പത്മപ്രഭ പുരസ്കാര ജേതാവ് R രാജശ്രീ ആണ്. നോവലിസ്റ്റ് ആണ് ഇവര്. അപ്പൊ 2026 പത്മപ്രഭ പുരസ്കാര ജേതാവ് R രാജശ്രീയാണ്. R രാജശ്രീയാണ്. അടുത്ത പോയിന്റ് നോക്കാം. 2025 മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാവ് മേത്തിൽ രാധാകൃഷ്ണനാണ്. 2025 മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാവ് ആരാണ്? മേത്തിൽ രാധാകൃഷ്ണനാണ്. ഇനി അടുത്ത പോയിന്റ്, മാതൃഭൂമി ഗ്രൂപ്പ് നൽകുന്ന ബുക്ക് ഓഫ് ദ ഇയർ 2026 പുരസ്കാരം പ്രശസ്ത എഴുത്തുകാരിയായിട്ടുള്ള അരുന്ധതി റോയ്ക്ക് ലഭിച്ചു. അറിഞ്ഞിരിക്കണേ, പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പൊ എന്താണ്? മാതൃഭൂമി ഗ്രൂപ്പ് നൽകുന്ന ബുക്ക് ഓഫ് ദ ഇയർ 2026 പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? പ്രശസ്ത എഴുത്തുകാരിയായിട്ടുള്ള അരുന്ധതി റോയ്ക്ക് ലഭിച്ചു. 2025 ONV സാഹിത്യ പുരസ്കാര ജേതാവ് പ്രഭാവർമ്മയാണ്. കവിയായിട്ടുള്ള പ്രഭാവർമ്മയാണ്. 2025 ONV സാഹിത്യ പുരസ്കാര ജേതാവ് ആരാണ്? പ്രഭാവർമ്മ. 2025 ONV യുവകവി പുരസ്കാര ജേതാവ് അമൃത ദിനേശ് ആണ് കേട്ടോ. ഇവരൊരു കവയത്രിയാണ് കേട്ടോ. പഠിച്ചു നോക്കണേ. 2025 ONV യുവകവി പുരസ്കാര ജേതാവ് ആരാണ്? അമൃത ദിനേശ് ആണ്. മലയാറ്റൂർ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പ്രഥമ സമഗ്ര സംഭാവന പുരസ്കാര ജേതാവ് അരുന്ധതി റോയ് ആണ് കേട്ടോ. അപ്പൊ ആർക്കാണ് ലഭിച്ചത്? അരുന്ധതി റോയ്ക്കാണ്. മലയാറ്റൂർ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പ്രഥമ സമഗ്ര സംഭാവന പുരസ്കാരം അരുന്ധതി റോയ്. ഇനി അടുത്ത പോയിന്റ് നോക്കാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ആരാണ്? V രാമസുബ്രഹ്മണ്യനാണ്. പഠിച്ചു വെക്കണേ, പരീക്ഷയ്ക്ക് ചോദിക്കും. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിലെ ചെയർമാൻ ആരാണ്? V രാമസുബ്രഹ്മണ്യനാണ് കേട്ടോ. V രാമസുബ്രഹ്മണ്യനാണ്. അപ്പൊ കണക്ട് ചെയ്ത് പഠിച്ചോണം. നിലവിലെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? അലക്സാണ്ടർ തോമസ് ആണ് കേട്ടോ. അലക്സാണ്ടർ തോമസ് ആണ് സംസ്ഥാനത്തിലെ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ. കേന്ദ്ര അഥവാ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ NHRC എന്ന് ചോദിക്കാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ആരാണ്? V രാമസുബ്രഹ്മണ്യനാണ്. നിലവിലെ കേന്ദ്ര ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? ജ്ഞാനേഷ് കുമാർ ആണ് കേട്ടോ. ഇലക്ഷൻ ഒക്കെ നടന്നുകൊണ്ട് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. പഠിച്ചു നോക്കണം. നിലവിലെ കേന്ദ്ര ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? ജ്ഞാനേഷ് കുമാർ ആണ്. കേരളത്തിന്റെ പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? KG സനൽകുമാർ ആണ് കേട്ടോ. അതായത് കേരളത്തിന്റെ പുതിയ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? KG സനൽകുമാർ ആണ്. നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൊക്കെ നടക്കുന്ന തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കുന്ന ആരാണ്? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അല്ലേ. അപ്പൊ കേരളത്തിന്റെ പുതിയ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? KG സനൽകുമാർ ആണ്. അതോടൊപ്പം തന്നെ കണക്ട് ചെയ്ത് പഠിക്കണം. നമ്മുടെ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന് തന്നെ കേരളത്തിലെ ചീഫ് ഇലക്ടറൽ ഓഫീസർ ആരാന്ന് ചോദിക്കാം. രത്തൻ U കേൽക്കർ ആണ് കേട്ടോ. കേരളത്തിലെ ഇലക്ഷൻ കമ്മീഷന്റെ ചീഫ് ഇലക്ടറൽ ഓഫീസർ ആരാന്ന് ചോദിച്ചാൽ പറയണം രത്തൻ U കേൽക്കർ. അടുത്ത പോയിന്റ്,
കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി നിയമിതനായതാരാണ്? ജസ്റ്റിസ് സൗമൻ സെൻ ആണ് കേട്ടോ. അപ്പൊ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ആരാണ്? ജസ്റ്റിസ് സൗമൻ സെൻ ആണ്. അതുപോലെ തന്നെ നിലവിലെ സുപ്രീം കോടതി ജഡ്ജി ആരാണ്? ജസ്റ്റിസ് സൂര്യകാന്ത് ആണ് കേട്ടോ. നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? നിലവിലെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് ബി സൂര്യകാന്ത് ആണ്. ക്ലിയർ ആണ്? അടുത്ത പോയിന്റ്, കേരള സംസ്ഥാന വയോജന കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ അഡ്വക്കേറ്റ് കെ സോമപ്രസാദ് ആണ്. നമുക്കറിയാം രാജ്യത്തെ തന്നെ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനം എന്താണ് വയോജന കമ്മീഷൻ തുടങ്ങുന്നത്. എവിടെയാണ്? നമ്മുടെ കേരളത്തിലാണ് രാജ്യത്ത് തന്നെ ആദ്യമായിട്ട് ഒരു വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു കമ്മീഷൻ തുടങ്ങിയത്. അപ്പോൾ പഠിച്ചു വെക്കണം. കേരള സംസ്ഥാന വയോജന കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ ആരാണ്? അഡ്വക്കേറ്റ് കെ സോമപ്രസാദ് ആണ്. അടുത്തത്, കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായി ചുമതലയേറ്റതാരാണ്? രാജ്കുമാർ ഗോയൽ ആണ് കേട്ടോ. പഠിച്ചു വെക്കണേ. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായി ചുമതലയേറ്റതാരാണ്? രാജ്കുമാർ ഗോയൽ ആണ്. അതുപോലെ തന്നെ കേന്ദ്ര വിവരാവകാശ കമ്മീഷണർ പദവിയിൽ എത്തുന്ന ആദ്യ മലയാളി ആരാണ്? PR രമേശ് ആണ് കേട്ടോ. ആ ഒരു കമ്മീഷനിൽ അംഗമായ ആദ്യ മലയാളി ആരാണ്? PR രമേശ് ആണ്. നീതി ആയോഗിന്റെ നിലവിലെ CEO ആരാണ്? നീതി ചിബ്ബർ ആണ് കേട്ടോ. അപ്പൊ നീതി ആയോഗിന്റെ നിലവിലെ CEO ആരാണ്? നീതി ചിബ്ബർ ആണ്. ഇന്ത്യയുടെ നിലവിലെ വിദേശകാര്യ സെക്രട്ടറി ആരാണ്? വിക്രം മിശ്രി ആണ് കേട്ടോ. പഠിച്ചു വെക്കണേ. ഇന്ത്യയുടെ നിലവിലെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ആണ്. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ഡോക്ടർ വി നാരായണനാണ്. അതായത് ISROയുടെ 11ാമത് ചെയർമാൻ ആണ് കേട്ടോ. ISROയുടെ ഇപ്പോഴത്തെ അഥവാ നിലവിലെ ചെയർമാൻ ആരാണ്? ഡോക്ടർ വി നാരായണനാണ് കേട്ടോ. അതുപോലെ തന്നെ VSSC വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന്റെ നിലവിലെ ചെയർമാൻ ആരാണ് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? A രാജരാജനാണ് കേട്ടോ. അതുകൊണ്ട് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ കേന്ദ്ര മന്ത്രിസഭയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് വകുപ്പുകളുടെ മന്ത്രികളെ കുറിച്ച് അറിഞ്ഞിരിക്കണം. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി ആരാണ്? JP നദ്ദയാണ് കേട്ടോ. അഥവാ അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് ജഗത് പ്രകാശ് നദ്ദ എന്നാണ് കേട്ടോ. പഠിച്ചു വെക്കണേ. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി ആരാണ്? JP നദ്ദ അഥവാ ജഗത് പ്രകാശ് നദ്ദ. അതുപോലെ തന്നെ കേന്ദ്ര ധനകാര്യ മന്ത്രി ആരാണ്? നിർമ്മല സീതാരാമനാണ്. കേന്ദ്ര റെയിൽവേ മന്ത്രി ആരാണ്? അശ്വിനി വൈഷ്ണവാണ് കേട്ടോ. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ആണ് കേട്ടോ. ഇത് ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. കാരണം PM-ശ്രീ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് നല്ല വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ചോദിക്കാം. നിലവിലെ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരാണ്? ധർമ്മേന്ദ്ര പ്രധാൻ. നമുക്കറിയാം വിദ്യാഭ്യാസം നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ എന്താണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ പേരെന്താണ്? ധർമ്മേന്ദ്ര പ്രധാൻ. മറക്കരുതേ, 1 മാർക്ക് പ്രതീക്ഷിക്കാം. അടുത്ത പോയിന്റ്, ഇംഗ്ലീഷ് ഭാഷയിൽ രചിക്കപ്പെടുന്ന നോവലുകൾക്ക് ബ്രിട്ടൻ നൽകുന്ന പ്രശസ്തമായ മാൻ ബുക്കർ പുരസ്കാരം 2025 ലഭിച്ചത് ഡേവിഡ് സോലോയ്ക്കാണ് കേട്ടോ. ഡേവിഡ് സോലോയാണ്, ഹംഗറി സ്വദേശിയാണ് കേട്ടോ. പഠിച്ചു വെക്കണം. മാൻ ബുക്കർ പുരസ്കാരം 2025 ലഭിച്ചത് ആർക്കാണ്? ഡേവിഡ് സോലയാണ് കേട്ടോ. ഹംഗറിയാണ് സ്വദേശം. അടുത്തത്, 2025 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ കന്നഡ എഴുത്തുകാരി ആരാണ്? ബാനു മുഷ്താഖ് ആണ് കേട്ടോ. 2025 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ കന്നഡ എഴുത്തുകാരി ആരാണ്? ബാനു മുഷ്താഖ് ആണ്. 2025 UN ചാമ്പ്യൻസ് ഓഫ് ദ എർത്ത് പുരസ്കാരം നേടിയത് സുപ്രിയ സാഹു ആണ്. 2025 UN ചാമ്പ്യൻസ് ഓഫ് ദ എർത്ത് പുരസ്കാരം നേടിയത് സുപ്രിയ സാഹു ആണ്. 2025 UN യങ് ചാമ്പ്യൻസ് ഓഫ് ദ എർത്ത് പുരസ്കാരം സുപ്രിയ സാഹുവിനും യങ് ചാമ്പ്യൻസ് ഓഫ് ദ എർത്തും നേടിയത് ജിനാലി മോദിക്കുമാണ്. രണ്ടും തമ്മിൽ തിരിഞ്ഞു പോരുതേ, പഠിച്ചു വെക്കണം. 2025 UN ചാമ്പ്യൻസ് ഓഫ് ദ എർത്ത് പുരസ്കാരം സുപ്രിയ സാഹുവിനും യങ് ചാമ്പ്യൻസ് ഓഫ് ദ എർത്ത് പുരസ്കാരം ആർക്കാണ്? ജിനാലി മോദിക്കുമാണ് ലഭിച്ചത്. അടുത്ത പോയിന്റ്, 2025 60ാമത് ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹനായത് പ്രശസ്ത തമിഴ് കവിയും ഗാനരചയിതാവുമായ വ്യക്തിയാണ്. ആരാണ്? R വൈരമുത്തുവാണ് കേട്ടോ. 2025 60ാമത് ജ്ഞാനപീഠ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? R വൈരമുത്തുവാണ്. അടുത്ത പോയിന്റ്, 2025 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ഹംഗേറിയൻ എഴുത്തുകാരൻ ആരാണ്? ലാസ്ലോ ക്രിസ്നാഫോർക്കെയാണ് കേട്ടോ. ക്രിസ്നാഫോർക്കെയാണ്. പഠിച്ചു വെക്കണേ. 2025 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ഹംഗേറിയൻ എഴുത്തുകാരൻ ആരാണ്? ലാസ്ലോ ക്രിസ്നാഫോർക്കെയാണ്. അടുത്ത പോയിന്റ്,
2025 സമാധാനത്തിനുള്ള നോബൽ സമ്മാന ജേതാവ് ആരാണ്? മരിയ കൊറീന മച്ചാഡോയാണ്. വെനസ്വേലയിലെ പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ വെനസ്വേലയിലെ മനുഷ്യാവകാശ പ്രവർത്തകയാണ് മരിയ കൊറീന മച്ചാഡോ. അതുപോലെ തന്നെ നമ്മുടെ ഈ മരിയ കൊറീന മച്ചാഡോയാണ് ഈ അടുത്തിടെ ഇവർക്ക് ലഭിച്ച ഈ ഒരു സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപിന് സമ്മാനിച്ചത്. അതുകൂടെ അറിഞ്ഞിരിക്കണം. ഒന്നുകൂടെ പറയാം, 2025 സമാധാന നോബൽ സമ്മാന ജേതാവ് ആരാണ്? മരിയ കൊറീന മച്ചാഡോയാണ്. അടുത്തത് 2026 ICC പുരുഷ 2020 വേൾഡ് കപ്പിന് വേദിയായത് എവിടേക്കാണ്? ഇന്ത്യയും ശ്രീലങ്കയുമാണ് കേട്ടോ. നമ്മുടെ ഈ വർഷം നടന്ന ICC പുരുഷ 2020 വേൾഡ് കപ്പ് ഇന്ത്യയും ശ്രീലങ്കയും സംയുക്തമായിട്ടാണ് നടത്തിയത്. അതുപോലെ തന്നെ 2026 ICC പുരുഷ 2020 വേൾഡ് കപ്പ് ജേതാക്കളാരാണ്? നമ്മുടെ ഇന്ത്യ തന്നെയാണ് ജേതാക്കളായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. പഠിച്ചു വെക്കണേ, 2026 ICC പുരുഷ 2020 വേൾഡ് കപ്പ് ജേതാക്കള് ഇന്ത്യയാണ്. 3ാം തവണയാണ് ഇന്ത്യ 2020 വേൾഡ് കപ്പ് നേടുന്നത് കേട്ടോ. പഠിച്ചു വെക്കണം, 3ാം തവണയാണ് ഇന്ത്യ 2020 ലോകകപ്പ് നേടുന്നത്. ഇതിനു മുമ്പേ എപ്പോഴൊക്കെയാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം, ഡേറ്റ് ചോദിക്കാം. 2007, 2024, 2026. അപ്പൊ ഈ 3 വർഷങ്ങളാണ് ഇന്ത്യ 2020 വേൾഡ് കപ്പ് നേടിയത്. അപ്പൊ ഒന്നുകൂടെ പഠിച്ചു പറയാം, 2007, 2024, 2026. ക്ലിയർ ആണ്. അതുപോലെ തന്നെ ഈ ഒരു ടൂർണമെന്റിലെ ഫൈനലിലെ മാൻ ഓഫ് ദ മാച്ച് അഥവാ ഫൈനലിലെ താരം ആരാണെന്ന് ചോദിച്ചാൽ പ്ലെയർ ഓഫ് ദ ഫൈനൽ അഥവാ ഫൈനലിലെ താരം ആരാണ്? ജസ്പ്രീത് ബുംറയാണ് കേട്ടോ. ഫൈനലിലെ താരം ജസ്പ്രീത് ബുംറയാണ്. അതുപോലെ തന്നെ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് അഥവാ ടൂർണമെന്റിലെ താരം ആരാണ്? നമ്മുടെ മലയാളിയായിട്ടുള്ള സഞ്ജു വി സാംസൺ ആണ് കേട്ടോ. സഞ്ജു സാംസൺ ആണ്. അതുപോലെ തന്നെ ഈ ഒരു വേൾഡ് കപ്പിൽ റണ്ണറപ്പായിട്ട് വന്നത് ആരാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. ന്യൂസിലൻഡ് ആണ് റണ്ണറപ്പായിട്ട് വന്നത് കേട്ടോ. അടുത്തത് നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ടൂർണമെന്റ് ആണ് 2025 ICC വനിതാ ക്രിക്കറ്റ് ലോകകപ്പ് നേടിയ രാജ്യം ഏതാണ്? ഇന്ത്യയാണ് കേട്ടോ. പഠിച്ചു വെക്കണേ, ഇന്ത്യയാണ്. 2025 ICC വനിതാ ക്രിക്കറ്റ് ലോകകപ്പ് നേടിയ രാജ്യം ഇന്ത്യയാണ്. 2025 ICC വനിതാ ക്രിക്കറ്റ് ലോകകപ്പ് ഫൈനലിൽ ഇന്ത്യ പരാജയപ്പെടുത്തിയ ടീം ഏതാണ്? സൗത്ത് ആഫ്രിക്കയാണ്. അഥവാ ഈ ടൂർണമെന്റിലെ റണ്ണർ അപ്പ് ആരാണ്? സൗത്ത് ആഫ്രിക്കയാണ്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, പ്ലെയർ ഓഫ് ദ മാച്ച് അഥവാ ഫൈനലിലെ താരം ആരാണ്? ഷഫാലി വർമ്മയാണ് കേട്ടോ. ഫൈനലിലെ താരം ഷഫാലി വർമ്മയും. പ്ലെയർ ഓഫ് ദ സീരീസ് അഥവാ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് അഥവാ എന്താണ്? ടൂർണമെന്റിലെ താരം ദീപ്തി ശർമ്മയാണ് കേട്ടോ. ടൂർണമെന്റിലെ താരം ദീപ്തി ശർമ്മയും ഫൈനലിലെ താരം ഷഫാലി വർമ്മയുമാണ്. ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയത് ആരാണ്? ലോറ വോൾവാർട്ട് ആണ് കേട്ടോ. ദക്ഷിണാഫ്രിക്ക താരമായിട്ടുള്ള ലോറ വോൾവാർട്ട് ആണ്. അപ്പൊ ചോദിക്കാം, 2025 ICC വനിതാ ക്രിക്കറ്റ് ലോകകപ്പ് ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം ആരാണെന്ന് ചോദിക്കാം. ആരാണ്? ലോറ വോൾവാർട്ട് ആണ്. ലോറ വോൾവാർട്ട് ആണ്. അതുപോലെ തന്നെ ഇന്ത്യൻ ടീമിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയത് ആരാണെന്ന് ചോദിച്ചാൽ സ്മൃതി മന്ധാനയാണ്. അതുപോലെ തന്നെ ഈ ഒരു ടൂർണമെന്റിൽ ഇന്ത്യൻ ടീമിനെ നയിച്ച ക്യാപ്റ്റൻ ആരാന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. ആരാണ്? ഹർമൻ പ്രീത് സിംഗ് ആണ് കേട്ടോ. ഹർമൻ പ്രീത് സിംഗ് ആണ്. ക്ലിയർ ആണ്. അടുത്ത പോയിന്റിലോട്ട് പോവാം. വാട്സാപ്പിന് ബദലായി ചെന്നൈ ആസ്ഥാനമായ സോഹോ കോർപ്പറേഷൻ വികസിപ്പിച്ച ചാറ്റിംഗ് ആപ്പ് ഏതാണ്? അരാട്ടെ മെസ്സഞ്ചർ ആണ് കേട്ടോ. അരാട്ടെ മെസ്സഞ്ചർ ആണ്. പഠിച്ചു വെക്കണേ, വാട്സാപ്പിന് ബദലായി ചെന്നൈ ആസ്ഥാനമായ സോഹോ കോർപ്പറേഷൻ വികസിപ്പിച്ച ചാറ്റിംഗ് ആപ്ലിക്കേഷനാണ് അരാട്ടെ മെസ്സഞ്ചർ. ക്ലിയർ ആണ്. അടുത്ത പോയിന്റിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മളൊരു കറണ്ട് അഫയേഴ്സ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ടെലഗ്രാമിൽ. എല്ലാ ദിവസവും വൈകുന്നേരം 7:30 മുതൽ 8:30 വരെ ആണ് നമ്മുടെ ഈ ക്ലാസ്സിന്റെ ലെങ്ത് വരുന്നത് കേട്ടോ. 1 hour ലൈവ് ക്ലാസ്സസ് ആണ്. ടെലഗ്രാമിലാണ് ലൈവ് പ്ലസ് റെക്കോർഡഡ് സെക്ഷൻ ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ലൈവ് 1 hour ലൈവ് ക്ലാസ് ആണ്. ലൈവ് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ റെക്കോർഡഡ് സെക്ഷൻ നമ്മുടെ ഗ്രൂപ്പിൽ ഇടുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഇതിനു മുമ്പ് എടുത്ത ക്ലാസിന്റെ എല്ലാ റെക്കോർഡഡ് സെക്ഷൻ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതോടൊപ്പം തന്നെ PDF നോട്ട്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്വാളിറ്റി PDF നോട്ട്സ്, വീക്കിലി മോക്ക് ടെസ്റ്റുകൾ, അതുപോലെ തന്നെ റിവിഷൻ ഓറിയന്റഡ് ക്ലാസ് ആയിട്ട് നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നത്. അതായത് ടോപ്പിക് വൈസ് ആയിട്ടാണ് കറണ്ട് അഫയേഴ്സ് എടുക്കുന്നത്. ഓരോ ടോപ്പിക് വൈസ് ആയിട്ടാണ് കറണ്ട് അഫയേഴ്സ് എടുക്കുന്നത്. അതോടൊപ്പം തന്നെ മന്ത്ലി കറണ്ട് അഫയേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പഠിച്ചു പോകുന്നുണ്ട്. അപ്പം ഇതിന്റെ കോഴ്സ് ഫീ എന്ന് പറഞ്ഞാൽ വെറും 200 രൂപ മാത്രമേ കോഴ്സ് ഫീ ആയിട്ട് വരുന്നുള്ളൂ. അതായത് ഇനി വരുന്ന എല്ലാ പരീക്ഷകൾക്കും, അതായത് ഒരു 6 മാസത്തെയാണ് വാലിഡിറ്റി പറയുന്നത്. ഇപ്പൊ 6 മാസത്തിനുള്ളിൽ തന്നെ 6നുള്ളിൽ തന്നെ ഉള്ള എല്ലാ പ്രധാനപ്പെട്ട പരീക്ഷകളും ഇനി ഒരു 6 മാസത്തിനുള്ളിലാണ് വരുന്നത്. ആ പരീക്ഷകൾക്കൊക്കെ വേണ്ടി നിങ്ങൾക്ക് വെറും ഒരു 200 രൂപയ്ക്ക് ഒരു ബാച്ചിൽ കയറി കഴിഞ്ഞാൽ കറണ്ട് അഫയേഴ്സ് പാർട്ടിൽ നിന്ന് എന്താണ് പക്കയാക്കാൻ സാധിക്കുന്നതാണ്. 20ഉം 10ഉം മാർക്കുമാണ് ഇനി വരുന്ന പരീക്ഷകളിൽ കറണ്ട് അഫയേഴ്സ് പാർട്ടിൽ നിന്ന് ചോദിക്കുന്നത്. അപ്പൊ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ 81 299 339 എന്ന് പറഞ്ഞ നമ്പറിലോട്ടൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. 81 299 339 എന്ന് പറഞ്ഞ നമ്പറിലോട്ടൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി. ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. അപ്പം ഇനിയും ജോയിൻ ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. ഇത് എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു ബാച്ച് തന്നെ ആയിരിക്കും. ക്ലിയർ ആണ്. അപ്പൊ നമുക്ക് അടുത്ത പോയിന്റിലോട്ട് പോവാം. അടുത്ത പോയിന്റ്,
വിക്കിപീഡിയയ്ക്ക് ബദലായി എലോൺ മസ്ക് പുറത്തിറക്കിയ പുതിയ ഓൺലൈൻ വിജ്ഞാന കോശം ഏതാണ്? ഗ്രോക്കിപീഡിയ ആണ് കേട്ടോ. ഗ്രോക്കിപീഡിയ ആണ്. പഠിച്ചു വെക്കണേ, വളരെ ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കാം. വിക്കിപീഡിയയ്ക്ക് ബദലായി എലോൺ മസ്ക് പുറത്തിറക്കിയ പുതിയ ഓൺലൈൻ വിജ്ഞാന കോശം ഏതാണ്? ഗ്രോക്കിപീഡിയ ആണ്. 2025 ജനുവരിയിൽ ചൈനീസ് കമ്പനി അവതരിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ചാറ്റ് ബോട്ട് ഏതാണ്? ഡീപ് സീക്ക് ആണ് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ്, പഠിച്ചു വെക്കണം, പരീക്ഷയ്ക്ക് ഉറപ്പാണ്. എന്താണ്? 2025 ജനുവരിയിൽ ചൈനീസ് കമ്പനി അവതരിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ചാറ്റ് ബോട്ട് ഏതാണ്? ഡീപ് സീക്ക് ആണ്. 2023 55ാമത് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡിന് അർഹനായ മലയാള നടൻ ആരാണ്? മോഹൻലാലാണ്. 54ാമത് ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡിന് അർഹനായതാരെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. മിഥുൻ ചക്രവർത്തിയാണ് കേട്ടോ. അതായത് മോഹൻലാലിന് തൊട്ടു മുമ്പേ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത് ആരാണ്? മിഥുൻ ചക്രവർത്തിയാണ്. അടുത്ത പോയിന്റ്, KSRTC ബസ്സുകളുടെ തത്സമയ യാത്രാ വിവരങ്ങൾ അറിയാൻ ആരംഭിച്ച ആപ്ലിക്കേഷൻ ഏതാണ്? ചലോ ബീറ്റ ആപ്പാണ് കേട്ടോ. പഠിച്ചു നോക്കണം. KSRTC ബസ്സുകളുടെ തത്സമയ യാത്രാ വിവരങ്ങൾ അറിയാൻ ആരംഭിച്ച ആപ്ലിക്കേഷനാണ് ചലോ ബീറ്റ ആപ്ലിക്കേഷൻ. KSRTCയുടെ ഗുഡ്വിൽ അംബാസിഡറായി നിയമിതനായത് നമ്മുടെ മോഹൻലാലാണ് കേട്ടോ. പഠിച്ചു നോക്കണേ. KSRTCയുടെ നിലവിലെ ഗുഡ്വിൽ അംബാസിഡറായി നിയമിതനായത് മോഹൻലാലാണ്. 2026 52ാമത് G7 ഉച്ചകോടിക്ക് വേദിയാകുന്നത് ഫ്രാൻസ് ആണ് കേട്ടോ. 2026 52ാമത് G7 ഉച്ചകോടി വേദിയാകുന്നത് ഫ്രാൻസ് ആണ്. 2025 51ാമത് G7 ഉച്ചകോടിക്ക് വേദിയായത് കാനഡയാണ്. 2026 G20 ഉച്ചകോടിക്ക് വേദിയാകുന്നത് മിയാമി അമേരിക്കയാണ്. 2026 G20 ഉച്ചകോടിക്ക് വേദിയാകുന്നത് മിയാമി അമേരിക്കയാണ്. 2025 G20 ഉച്ചകോടിക്ക് വേദിയായത് ജോഹന്നാസ്ബർഗ് ദക്ഷിണാഫ്രിക്കയാണ്. 2026 നാറ്റോ ഉച്ചകോടിക്ക് വേദിയാകുന്നത് അങ്കാറ തുർക്കിയാണ് കേട്ടോ. തുർക്കിയിലെ അങ്കാറയാണ്. പഠിച്ചു നോക്കണേ, വേദികൾ സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്, നമ്മൾ അറിഞ്ഞിരിക്കണം. എന്താണ്? 2026 നാറ്റോ ഉച്ചകോടിക്ക് വേദിയാകുന്നത് എവിടെയാണ്? അങ്കാറ തുർക്കിയാണ്. ഇനി 2025 നാറ്റോ ഉച്ചകോടി നടന്നത് ഹേഗ് ആണ് കേട്ടോ. നെതർലൻഡിലെ ഹേഗിൽ വെച്ചാണ്. 2026 ലോക പരിസ്ഥിതി ദിന ആഘോഷങ്ങളുടെ ആതിഥേയത്വം വഹിക്കാൻ പോകുന്ന രാജ്യം ഏതാണ്? അസർബൈജാൻ ആണ് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ്, പരീക്ഷയ്ക്ക് ചോദിക്കാം. 2026 ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങളുടെ ആതിഥേയ രാജ്യം ഏതാണ്? അസർബൈജാൻ ആണ്. ഇനി 2025 ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങളുടെ ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ദക്ഷിണ കൊറിയയാണ് കേട്ടോ. ദക്ഷിണ കൊറിയയാണ് അഥവാ സൗത്ത് കൊറിയയാണ്. അടുത്ത നോക്കാം. 2026 18ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയാകുന്നത് നമ്മുടെ ഇന്ത്യയാണ് കേട്ടോ. 2026 18ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയാകുന്നത് നമ്മുടെ ഇന്ത്യയാണ്. 2025 17ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയായത് ബ്രസീലാണ് കേട്ടോ. ബ്രസീൽ. 2026 ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥ ഉച്ചകോടി COP31 വേദിയാകുന്നത് അന്റാലിയ തുർക്കിയാണ് കേട്ടോ. അന്റാലിയ തുർക്കി. പഠിച്ചു വെക്കണേ. 2026 ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥ ഉച്ചകോടി COP31 വേദിയാകുന്നത് അന്റാലിയ തുർക്കിയാണ്. അന്റാലിയ തുർക്കിയാണ്. അതുപോലെ തന്നെ COP30 കാലാവസ്ഥ 2025 കാലാവസ്ഥ ഉച്ചകോടി COP30ക്ക് വേദിയായത് ബ്രസീലിലെ ബെലേമാണ്. അടുത്ത പോയിന്റ്, എവിടെയാണ് കൃഷി വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള കേരളത്തിലെ ആദ്യത്തെ അഗ്രി എക്സ്പോ സെന്റർ പ്രവർത്തനം ആരംഭിക്കുന്നത്? ആനയറയിലാണ് കേട്ടോ. പഠിച്ചു വെക്കണേ. എന്താണ്? എവിടെയാണ് കൃഷി വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള കേരളത്തിലെ ആദ്യത്തെ അഗ്രി എക്സ്പോ സെന്റർ പ്രവർത്തനം ആരംഭിക്കുന്നത്? ആനയറയിലാണ്. ആനയറ. ഏഷ്യയിലെ ആദ്യ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനം ഏതാണ്? ഇരവികുളം നാഷണൽ പാർക്കാണ്. ഏഷ്യയിലെ ആദ്യ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനം ഇരവികുളം നാഷണൽ പാർക്കാണ്. അടുത്ത പോയിന്റ് നോക്കാം. ഇക്കോ ടൂറിസം പോയിന്റായി പ്രഖ്യാപിക്കാൻ പോകുന്ന കീതൂർ പക്ഷി സങ്കേതം ഏത് ജില്ലയിലാണ്? കാസർഗോഡ് ജില്ലയിലാണ് കേട്ടോ. കീതൂർ പക്ഷി സങ്കേതം എവിടെയാണ്? കാസർഗോഡ് ജില്ലയിലാണ്. അടുത്ത പോയിന്റ്, പണിയ വിഭാഗത്തിൽ നിന്നുമുള്ള രാജ്യത്തെ ആദ്യ നഗരസഭാ ചെയർമാൻ ആരാണ്? പി വിശ്വനാഥനാണ്. കൽപ്പറ്റ നഗരസഭയാണ് കേട്ടോ. പഠിച്ചു വെക്കണേ. പണിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ആദിവാസി വിഭാഗമാണ്. പണിയ വിഭാഗത്തിൽ നിന്നുമുള്ള രാജ്യത്തെ ആദ്യ നഗരസഭാ ചെയർമാൻ ആരാണ്? പി വിശ്വനാഥനാണ്. കൽപ്പറ്റ നഗരസഭയാണ്. അടുത്ത പോയിന്റ്, രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാ ചെയർപേഴ്സൺ ആരാണ്? ദിയ ബിനു പുളിക്കക്കണ്ടമാണ് കേട്ടോ. പാല നഗരസഭയാണ്. അതുകൂടെ അറിഞ്ഞിരിക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കാം. രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാ ചെയർപേഴ്സൺ ആരാണ്?
ദിയ, ബിനു, പുളിക്കക്കണ്ടം, പാലയാണ് കേട്ടോ. അടുത്ത പോയിന്റ്, 2026 കാർഷിക വർഷമായി ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം മധ്യപ്രദേശാണ്. 2026 കാർഷിക വർഷമായി ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം മധ്യപ്രദേശാണ്. നിലവിലെ സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ ആരാണ്? റസൂൽ പൂക്കുട്ടിയാണ് കേട്ടോ. നിലവിലെ സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ റസൂൽ പൂക്കുട്ടിയാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ്? സഞ്ജയ് മൽഹോത്രയാണ്. നിലവിലെ RBI ഗവർണർ ആരാണ്? റിസർവ് ബാങ്കിന്റെ ഗവർണർ ആരാണ്? സഞ്ജയ് മൽഹോത്രയാണ്. രാജസ്ഥാനിലെ മൗണ്ട് അബുവിന്റെ പുതിയ പേരെന്താണ്? അബുരാജ് എന്നാണ് കേട്ടോ. രാജസ്ഥാനിലെ മൗണ്ട് അബുവിന്റെ പുതിയ പേരെന്താണ്? അബുരാജ് എന്നാണ്. അടുത്ത പോയിന്റ്, പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ സൈനിക നടപടിയുടെ പേരെന്താണ്? ഓപ്പറേഷൻ സിന്ദൂർ ആണ് കേട്ടോ. പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ സൈനിക നടപടിയുടെ പേരെന്താണ്? ഓപ്പറേഷൻ സിന്ദൂർ ആണ്. 2025 മെയ് മാസത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ സൈനിക നടപടിയായ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് പത്രസമ്മേളനം നടത്തിയ ഇന്ത്യൻ വനിതാ സൈനിക ഉദ്യോഗസ്ഥർ ആരൊക്കെയായിരുന്നു? കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് കേട്ടോ. കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗുമാണ്. ഇന്ത്യൻ പാർലമെന്റിൽ തുടർച്ചയായി ഏറ്റവും അധികം ബജറ്റ് അവതരിപ്പിച്ച് റെക്കോർഡ് നേടിയത് ആരാണ്? നിർമ്മല സീതാരാമനാണ് കേട്ടോ. ഇന്ത്യൻ പാർലമെന്റിൽ തുടർച്ചയായി ഏറ്റവും അധികം ബജറ്റ് അവതരിപ്പിച്ച റെക്കോർഡ് നേടിയത് ആരാണ്? നിർമ്മല സീതാരാമനാണ്. പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള കേരളത്തിൽ നിന്നുമുള്ള ജില്ലകൾ ഏതൊക്കെയാണ്? കാസർഗോഡ്, കണ്ണൂര്, കോഴിക്കോടാണ് കേട്ടോ. നമുക്കറിയാം പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജനയിൽ രാജ്യത്തെ 100 ജില്ലകളെയാണ് തിരഞ്ഞെടുത്തത്. ആ 100 ജില്ലകളിൽ കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുത്തതാണ് കാസർഗോഡ്, കണ്ണൂര്, കോഴിക്കോട് കേട്ടോ. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്. അടുത്ത പോയിന്റ് നോക്കാം നമുക്ക്. ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്ത പോയിന്റ്, പ്രഥമ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസ് 2026 വേദി ഛത്തീസ്ഗഡ് ആയിരുന്നു കേട്ടോ. പഠിച്ചു നോക്കണേ. പ്രഥമ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസ് 2026 വേദി ഛത്തീസ്ഗഡ് ആണ്. 2026 പ്രഥമ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം മോർ വീർ ആണ് കേട്ടോ. പഠിച്ചു നോക്കണേ. 2026 പ്രഥമ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം മോർ വീർ ആണ്. 2026 പ്രഥമ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസ് ജേതാക്കളാരാണ്? കർണാടകയാണ് കേട്ടോ. 2026 പ്രഥമ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസിന്റെ ജേതാക്കളാരാണ്? കർണാടകയാണ്. അടുത്ത പോയിന്റ്, ലോകകപ്പ് കളിക്കാൻ എത്തുന്ന ഏറ്റവും ചെറിയ രാജ്യം എന്ന നേട്ടം സ്വന്തമാക്കിയത് കുറാസോവയാണ് കേട്ടോ. അതായത് ഫുട്ബോൾ ലോകകപ്പാണ്. 2026 ഫിഫ ഫുട്ബോൾ ലോകകപ്പ് കളിക്കാൻ എത്തുന്ന ഏറ്റവും ചെറിയ രാജ്യം എന്ന നേട്ടം സ്വന്തമാക്കിയത് കുറാസാവോയാണ്. ലോക ബാങ്കിന്റെ തലപ്പത്തെത്തുന്ന ആദ്യ ഇന്ത്യൻ വംശജനാരാണ്? അജയ് ബംഗയാണ് കേട്ടോ. അജയ് ബംഗയാണ്. ഐക്യരാഷ്ട്രസഭയുടെ അഥവാ UN നിലവിലെ സെക്രട്ടറി ജനറൽ ആരാണ്? ആന്റോണിയോ ഗുട്ടറസ് ആണ് കേട്ടോ. അദ്ദേഹത്തിന്റെ സ്വദേശം പോർച്ചുഗൽ സ്വദേശമാണ്. അടുത്ത പോയിന്റ്, സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായി സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെ പദ്ധതി ഏതാണ്? നേർവഴിയാണ് കേട്ടോ. പഠിച്ചു നോക്കണേ. സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായി സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെ പദ്ധതി ഏതാണ്? നേർവഴിയാണ്. ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുടെ സുരക്ഷയ്ക്കായി ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ രക്ഷിത കേട്ടോ. ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുടെ സുരക്ഷയ്ക്കായിട്ട് ആരംഭിച്ച പദ്ധതി, റെയിൽവേ പോലീസും കേരള പോലീസും സംയുക്തമായിട്ട് ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ രക്ഷിത. അടുത്തത്, പലിശക്കാർക്കെതിരെ പോലീസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ഷൈലോക്ക് 2. അടുത്ത പോയിന്റ്, ബഹിരാകാശത്ത് വെച്ച് ഉപഗ്രഹങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന സ്പേസ് ഡോക്കിംഗ് വിജയകരമായി പരീക്ഷിച്ച 4ാമത്തെ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. ഏതൊക്കെ ഉപഗ്രഹങ്ങളെയാണ് സ്പേസ് ഡോക്കിംഗ് വഴി ബന്ധിപ്പിച്ചത്? XDX-01 SDX-02 കേട്ടോ. ഇത് ദൗത്യം ഏതായിരുന്നു? സ്പാഡക്സ് ദൗത്യമാണ്. അടുത്ത പോയിന്റ് നോക്കാം. രാജ്യത്തെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലം ഏതാണ്? പാമ്പൻ പാലമാണ് കേട്ടോ. രാജ്യത്തെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലം പാമ്പൻ പാലമാണ്. അടുത്ത പോയിന്റ്, നവജീവൻ പദ്ധതി പരീക്ഷയ്ക്ക് ചോദിക്കാം. ഇത് പ്രധാനമായും 50-നും 65 പ്രായപരിധിയിലുള്ള തൊഴിൽ രഹിതർക്കായി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നടപ്പിലാക്കുന്ന സ്വയം തൊഴിൽ പദ്ധതിയാണ് നവജീവൻ പദ്ധതി.
നാളത്തെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു പദ്ധതിയാണ് സ്നേഹരാമം പദ്ധതി. എന്താണ് സ്നേഹരാമം പദ്ധതി? പൊതുസ്ഥലങ്ങളിലെ മാലിന്യ കൂമ്പാരങ്ങൾ നീക്കം ചെയ്ത് അവിടെ പൂന്തോട്ടങ്ങളോ മനോഹരമായ പാർക്കുകളോ നിർമ്മിക്കുന്ന പദ്ധതിയാണ് സ്നേഹരാമം പദ്ധതി എന്ന് പറയുന്നത്. മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായാണ് ഇത് നടത്തുന്നത് കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ പറയാം, പൊതുസ്ഥലങ്ങളിലെ മാലിന്യ കൂമ്പാരങ്ങൾ നീക്കം ചെയ്ത് അവിടെ പൂന്തോട്ടങ്ങളോ മനോഹരമായ പാർക്കുകളോ നിർമ്മിക്കുന്ന പദ്ധതിയാണ് ഏതാണ്? സ്നേഹരാമം പദ്ധതി കേട്ടോ. സ്നേഹരാമം പദ്ധതി. ഈ ഒരു പദ്ധതി മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് നടപ്പിലാക്കുന്നത്. അടുത്ത പോയിന്റ്, കേരളത്തിലെ 30 വയസ്സിന് മുകളിലുള്ളവരുടെ ജീവിതശൈലി രോഗങ്ങൾ കണ്ടുപിടിക്കുന്നതിനായുള്ള സ്ക്രീനിങ്ങിനായി ആശാപ്രവർത്തകർ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനാണ് ശൈലി ആപ്പ് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെച്ചോളൂ. കേരളത്തിൽ എത്ര വയസ്സാണ് നോട്ട് ചെയ്തോണേ? കേരളത്തിൽ 30 വയസ്സിനുള്ളിൽ കേട്ടോ. അപ്പൊ നോട്ട് ചെയ്തോണം, കേരളത്തിൽ 30 വയസ്സിന് മുകളിലുള്ളവരുടെ ജീവിതശൈലി രോഗങ്ങൾ കണ്ടുപിടിക്കുന്നതിനായുള്ള സ്ക്രീനിങ്ങിനായി ആശാപ്രവർത്തകർ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനാണ് ശൈലി ആപ്പ് കേട്ടോ. ശൈലി ആപ്പ്. അടുത്ത പോയിട്ട് നോക്കാം. കേരളത്തിൽ ജലക്ഷാമമുള്ള പ്രദേശങ്ങളിൽ ടാങ്കറുകളിൽ കുടിവെള്ളം എത്തിക്കുന്നതിലെ അമിത നിരക്കും മറിച്ചു വിൽപ്പനയും തടയാൻ ലക്ഷ്യമിട്ടുള്ള പദ്ധതിയാണ് സുജലം സുലഭം കേട്ടോ. നോട്ട് ചെയ്തോണേ, പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പൊ എന്താണ്? കേരളത്തിൽ ജലക്ഷാമമുള്ള പ്രദേശങ്ങളിൽ ടാങ്കറുകൾ കുടിവെള്ളം എത്തിക്കുന്നതിലെ അമിത നിരക്കും മറിച്ചു വിൽപ്പനയും തടയാൻ ലക്ഷ്യമിട്ടുള്ള പദ്ധതിയാണ് സുജലം സുലഭം. അടുത്ത പോയിന്റ്, അഴിമതി കണ്ടെത്തുന്നതിനായി സംസ്ഥാന വ്യാപകമായി സബ് രജിസ്ട്രാർ ഓഫീസുകളിൽ വിജിലൻസ് വിഭാഗം നടത്തിയ മിന്നൽ പരിശോധനയാണ് ഓപ്പറേഷൻ സെക്യൂർ ലാൻഡ് കേട്ടോ. ഓപ്പറേഷൻ സെക്യൂർ ലാൻഡ്. വർദ്ധിച്ചു വരുന്ന ലഹരിമരുന്ന് വ്യാപനം തടയാൻ സംസ്ഥാന വ്യാപകമായി എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റ് കേട്ടോ. വർദ്ധിച്ചു വരുന്ന ലഹരിമരുന്ന് വ്യാപനം തടയാൻ സംസ്ഥാന വ്യാപകമായി എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റ് കേട്ടോ. ക്ലിയർ ആണ്? ഇനി ലാസ്റ്റ് പോയിന്റ്, ഭൂട്ടാൻ വഴി ആഡംബര കാറുകൾ നികുതി വെട്ടിച്ച് ഇന്ത്യയിൽ എത്തിച്ച് മറിച്ചു വിൽക്കുന്നുവെന്ന കണ്ടെത്തലിനെ തുടർന്ന് കസ്റ്റംസ് രാജ്യവ്യാപകമായി നടത്തിയ ഓപ്പറേഷൻ നൽകിയ പേരാണ് ഓപ്പറേഷൻ നുംകൂർ കേട്ടോ. പഠിച്ചു വെക്കണേ. ഭൂട്ടാൻ വഴി ആഡംബര കാറുകൾ നികുതി വെട്ടിച്ച് ഇന്ത്യയിൽ എത്തിച്ച് മറിച്ചു വിൽക്കുന്നുവെന്ന കണ്ടെത്തലിനെ തുടർന്ന് കസ്റ്റംസ് രാജ്യവ്യാപകമായി നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ നുംകൂർ കേട്ടോ. ഈ ഒരു ഭൂട്ടാന്റെ ഭാഷയിൽ നുംകൂർ എന്ന് പറയുന്നത് വാഹനം എന്നാണ് കേട്ടോ. അത് വണ്ടി എന്നാണ് നുംകൂർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പരീക്ഷയ്ക്ക് ചോദിക്കുക ഓപ്പറേഷൻ നുംകൂർ കേട്ടോ. അപ്പൊ നാളെ പരീക്ഷ എഴുതുന്ന കൂട്ടുകാർക്ക് നമ്മളൊരു ഏറ്റവും പ്രധാനപ്പെട്ട സെലക്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്തത്. അതോടൊപ്പം തന്നെ നമ്മുടെ കറണ്ട് അഫയേഴ്സ് 2026 എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ ബാക്കി ടോപ്പിക് വൈസ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതിനു മുമ്പേ ഉള്ള ഷുവർ ഷോട്ട് കറണ്ട് അഫയേഴ്സ് ക്ലാസ്സും ഉണ്ട്. അപ്പം അതൊക്കെ ഒന്ന് നമ്മുടെ കൂട്ടുകാരൊന്ന് മാക്സിമം ഒന്ന് യൂസ് ചെയ്തിട്ട് നാളത്തെ പരീക്ഷയ്ക്ക് പോണേ. അതോടൊപ്പം തന്നെ ചാനൽ ആദ്യമായിട്ട് കണ്ട കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യാനും, എല്ലാവരും ഒന്ന് ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും, അഭിപ്രായങ്ങളൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. അതോടൊപ്പം തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പം നാളെ പരീക്ഷ എഴുതുന്ന എല്ലാ കൂട്ടുകാർക്കും ഓൾ ദി ബെസ്റ്റ്. ക്ലാസ് അവസാനം വരെ കണ്ട എല്ലാവർക്കും താങ്ക് യു.